സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. അതേസമയം വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തിരക്കിട്ട ശ്രമത്തിലാണ് KSEB. പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണ് നീക്കം. പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി നിയന്ത്രണമല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അരുൺ. ആദ്യം മഴയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നിപ്പോൾ 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അതിശക്തമായ മഴ എന്ന് പറയാനില്ല, പക്ഷേ മഴ പെയ്യും. വൈദ്യുതി പ്രതിസന്ധിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ശ്രുതി, ഷികാസ്, ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് തുടരുകയാണ്. അപ്പോഴും ഈ കാലവർഷം വീണ്ടും സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയൊരു ആശ്വാസം. കാരണം ഇന്നിപ്പോൾ സംസ്ഥാനത്ത് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരുന്ന 25-ാം തീയതി വരെയാണ് നിലവിൽ ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുള്ളത്. ഇതിൽ ഇന്ന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം കള്ളക്കടൽ അടക്കമുള്ള പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മഴ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് തുടരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം നിലവിൽ സംസ്ഥാനത്തിന് വലിയ ബാധ്യതയായി മാറിയത് ഈ ഏപ്രിൽ, അതുപോലെ തന്നെ മാർച്ച് മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി അത് ഈ മാസം 16-ാം തീയതി നൽകാമെന്നുള്ളൊരു കണക്ക് കൂട്ടൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ പീക്ക് സീസൺ കഴിഞ്ഞതിനു ശേഷവും സംസ്ഥാനത്ത് കാര്യമായ മഴ ലഭിക്കാത്തതിനെ തുടർന്ന് തന്നെ ചൂടും അതേപടി തുടരുകയാണ്. നിലവിൽ ഈ പസഫിക് സമുദ്രത്തിൽ തുടരുന്ന ഈ എൽ നിനോ പ്രതിഭാസം ഡിസംബർ വരെ ആണ് നിലവിൽ തുടരുക എന്നുള്ളതാണ് IMD ഡയറക്ടർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഈ ഡിസംബർ വരെ വൈദ്യുതി നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ KSEB മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം നിലവിൽ ഈ മാസം നൽകേണ്ടുന്ന ഒരു ടെൻഡർ നടപടികളിൽ പോലും ബിഡ് നൽകാനായിട്ട് ആരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് കടുത്ത ഒരു നിയന്ത്രണത്തിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിലവിലുള്ള വൈദ്യുതി വാങ്ങുന്ന ഒരു പരിധി 10 രൂപയാണ് യൂണിറ്റിന് വാങ്ങി വന്നിരുന്നത്. പക്ഷേ അതിനും മുകളിൽ വാങ്ങാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടി വരും. ഇക്കാര്യം ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് KSEB വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടത് ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത്. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളുമായി ഇതിനോടകം തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും വലിയ പ്രതിസന്ധി സംസ്ഥാനം നേരിടുകയാണ്. അതെങ്ങനെ മറികടക്കാം എന്നുള്ളത് തിരക്കിട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോഴും ഒരു ഭാഗത്ത് വലിയൊരു പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യം മറികടക്കാനുള്ള ശ്രമത്തിലാണ് KSEB. വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്.